ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കണ നമ്മുടെ ബ്രിഡ്ജിലാണ്ടാ. നമ്മളുടെ ആവിയേഷൻ ബ്രിഡ്ജിൽ അത് GP കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഓഫീസർ ലെവലിലേക്ക് എത്താമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമുക്ക് ഓഫ് ടൈമൊക്കെ കിട്ടൂലേ, ആ ടൈമിൽ വന്നിരുന്ന് ജസ്റ്റ് പഠിച്ചാൽ മതി ഇതിൻ്റെ പുറകിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുറേ കാര്യങ്ങളുണ്ട്. ഏതാണ് UK പോകണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സെക്കൻഡ് മേറ്റ് എക്സാം എഴുതണം. അതിലേക്കൊന്നും ഞാൻ പോണില്ല. ബേസിക് ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു. ഏത് കഷ്ടപ്പാട് അത് കാണിച്ചു തരാം. ഇതുണ്ടാ 36 മാസം സെയിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള AB ആണ്. ഡാവ് ഓഫ് വാച്ചിൽ, അതായത് ഇന്ന് ഞങ്ങൾക്ക് ചുട്ടിയാണ്. ആ ടൈമിൽ ഡാവ് സെക്കൻഡ് ഓഫീസറിന്റെ വാച്ചിലിരുന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാനാണ്, ഷോർട്ട് വർക്ക് കാര്യങ്ങൾ. കാരണം ബേസിക് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു പോകണം. ബാക്കി UK പോയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ നമുക്ക് സെക്കൻഡ് മേറ്റ് എക്സാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഓരോന്ന് പഠിക്കണതില്ലേ, അത് നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇതൊക്കെ നോക്കിയേ, ഇങ്ങനെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റും കൂടി വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കരിയറിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ, ഓരോരോ പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. ഡാവ് മുട്ടം പഠിത്തോണം. ഓയ് തുഷാർ ഭായ്, നോക്ക്, കണ്ട, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓഫീസർ നമ്മുടെ ABക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വളരെ എളുപ്പമായിരിക്കും. എളുപ്പമെന്നല്ല പറയണത്, നമുക്കൊരു ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടും, നോളജ്. കാരണം എല്ലാം തുടങ്ങണത് ബേസിക്കിൽ നിന്നല്ലേ. അപ്പൊ ഈ പുള്ളി ഇവിടെ ഉള്ളപ്പോ നമ്മൾ പുറത്തെവിടെ പോകണം? നമ്മുടെ കൂടെ വർക്ക് ചെയ്യണവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഈ 9 മാസം ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കണത്, വർക്ക് ചെയ്യണത്, ഓരോ പാർട്ടി എൻജോയ് ചെയ്യണത്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കണത്. അപ്പം കണ്ട, ഇങ്ങനെ ഒരു നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവും. അപ്പം ഇപ്പം ചെറിയ റാങ്ക് ആണെന്നുണ്ടെങ്കിലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് ഇതിനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരും, ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവണം.